നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുകയാണ് സർക്കാരിൻ്റെയും പ്രമുഖമായ ലക്ഷ്യം എന്നാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. ദൂരവ്യാപകമായ രീതിയിൽ നാളെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും ഒക്കെ ചർച്ചയും പഠനവും ആവശ്യമാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചാൽ 25/5/2025 ആലപ്പുഴയിൽ നിന്ന് 30 നോട്ടിക്ക് അകലെ മാറി MSC കപ്പൽ കമ്പനിയുടെ ഒരു കപ്പൽ മുങ്ങി. കപ്പൽ മുങ്ങുന്ന സമയത്ത് കപ്പലിൽ 645ഓളം കണ്ടെയ്നറുകളുണ്ടായിരുന്നു. അതിൽ 150 എണ്ണം കാലിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി പറയേണ്ടത് 12 ഇതിൽ കാൽസ്യം കാർബണൈഡ് എന്ന് പറയുന്ന രാസവസ്തുവായിരുന്നു. അത് വളരെയേറെ വിഷലിപ്തമാണ്. 367 ടൺ ഓയിലുണ്ടായിരുന്നു, 84 ടൺ ഡീസൽ എന്നിവ അതിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അതിലും താഴെ വീണ കണ്ടെയ്നറുകൾ പലതും തീരത്ത് അടയുകയും അതിൽ പലതും തുറന്നു വരികയും ഒക്കെ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ കപ്പലപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രമുഖമായി പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ടതാണ് കാർഗോ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. കാർഗോ മാനിഫെസ്റ്റോയിലാണ് ഇതിനകത്ത് എന്ത് സാധനമാണുള്ളതെന്നും അത് എന്ത് ക്വാണ്ടിറ്റിയിലുണ്ടെന്നും അതിൻ്റെ ഭാവി ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ പ്രസിദ്ധപ്പെടുന്ന ഒരു ആധികാരികത വെച്ചിട്ടാണ് നമ്മുടെ കസ്റ്റംസ് കസ്റ്റംസ് ക്ലിയറൻസ് മറ്റോ കൊടുക്കുന്നത്. ഈ കപ്പലിൻ്റെ കാര്യത്തിൽ ഇതൊന്നും തന്നെ ഉണ്ടായില്ല. അവർ കാർഗോ മാനിഫെസ്റ്റോ പ്രസിദ്ധപ്പെടുത്തിയില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഈ കമ്പനിക്കെതിരെ കേസെടുത്തില്ല എന്നൊരു ചോദ്യം നാളിതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ചോദിക്കുന്നു, ഹൈക്കോടതി ചോദിക്കുന്നു. അതിന് ഉപോത്ബലകമാകുന്ന രീതിയിൽ പുറത്തു വരുന്ന വാർത്ത, നമ്മുടെ ചീഫ് സെക്രട്ടറിയും സെൻട്രൽ തുറമുഖ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരും തമ്മിൽ നടന്ന ചർച്ചയിൽ അവർ തങ്ങളുണ്ടാക്കിയ ഒരു കരാറിൽ പറയുന്നത്, ഈ കമ്പനി MSC എന്ന് പറയുന്ന കമ്പനി പേരുകേട്ട കമ്പനിയാണ്. ഭാവിയിലും വിഴിഞ്ഞത്തേക്ക് ഇവരുമായി ബിസിനസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് നമുക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കും മറ്റും രേഖപ്പെടുത്തി അതിൽ നിന്ന് ഉള്ള നമ്മുടെ ഇൻഷുറൻസ് നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയും ജയത്തിലേക്കും ഇവരെല്ലാം കൂടി ചേർന്ന ഒരു കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ കപ്പൽ മുങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ദുരന്ത നിവാരണ സമിതി, കേരള സംസ്ഥാന സർക്കാരുകൾ, മലിനീകരണ ബോർഡ്, ഇവരാരും തന്നെ അവരുടേതായ രീതിയിൽ അന്വേഷണം ഉണ്ടാകുകയോ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയോ ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാൽസ്യം കാർബണൈഡ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാസവസ്തുവാണെന്നും ഇതിന് ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്, ദോഷവശങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടും അദാനിയെ സഹായിക്കാനുള്ള ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ റോഡുകളിൽ അപകടമുണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള നിർമ്മാണങ്ങളുണ്ടായാൽ ആ കമ്പനിക്കെതിരെ നമ്മൾ കേസെടുക്കുമെങ്കിൽ അതെന്തുകൊണ്ടാണ് എടുക്കുന്നത്? അതിലേ പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ്. കേസെടുക്കുന്നത് കൊണ്ട് നമ്മൾ അവർക്കെതിരെ കേസെടുത്താൽ ഈ MSC എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞത്ത് വരാതിരിക്കുമോ? വിഴിഞ്ഞമെന്ന് പറയുന്ന അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ഈ MSC എന്ന കപ്പൽ കമ്പനിക്ക് വന്നേ പറ്റൂ. കാരണം അവരുടെ ജോലി ട്രാൻസ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അവർ വന്നേ പറ്റൂ. അതും കേസുമായി യാതൊരു ബന്ധവുമില്ല. മഹാരാഷ്ട്രയിൽ 2010 ആണെന്ന് തോന്നുന്നു, ഓഗസ്റ്റിൽ ചിത്ര എന്ന് പറയുന്ന ഒരു കപ്പൽ, ആ കപ്പലിൻ്റെ പേരങ്ങനെയാണ്, അത് MSC കമ്പനിയുടെ ആയിരുന്നു. ആ കപ്പൽ മുങ്ങിയപ്പോൾ സർക്കാർ തൊട്ടടുത്ത ദിവസം രാവിലെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് കേസെടുത്തു. പരിസ്ഥിതിയുടെ ഭാവിയാണ് ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്ന ലാഭമോ നമ്മളെ നിയന്ത്രിക്കുന്ന പലരും നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തെ, സംസ്ഥാനത്തെ ജനങ്ങളുടെ, നമ്മുടെ ഭാവിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടമുണ്ടാകാവുന്ന രാസവസ്തു കടലിൽ കലരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുമ്പോൾ ഒരു കാർഗോ മാനിഫെസ്റ്റോ പോലും പ്രസിദ്ധപ്പെടുത്തുവാൻ സർക്കാർ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. എന്തുകൊണ്ടാണ് പ്രസിദ്ധപ്പെടുവിക്കാത്തത്? അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യമാണോ, സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യമാണോ, അദാനിയുടെ താല്പര്യമാണോ എന്നൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം നോക്കണ്ട. നമ്മൾ നമ്മുടേതായ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം കക്ഷി രാഷ്ട്രീയമോ ജാതിയോ നോക്കാതിരിക്കുക. നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഭാവി ബാധിക്കുന്നതാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യം കഴിക്കുന്ന സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിക്കുന്നതാണ്. കേരളത്തിൽ വിൽക്കുന്ന മത്സ്യമൊന്നും കേരളത്തിൽ നിന്ന് പിടിക്കാത്തതുകൊണ്ട് സർക്കാരിന് കൈ കഴുകാം, അല്ലെ അതുകൊണ്ട് ആശ്വാസം എന്ന് പറഞ്ഞ കാര്യമില്ല. ഇത് വെള്ളത്തിലാണ് കലരുന്നതെങ്കിൽ അതിന് ദൂരവ്യാപകമായ ദൂഷ്യവശമുണ്ട് എന്ന് ബോധമുള്ളവരായിരിക്കണം നമ്മുടെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ.
ജയതിലകന് എങ്ങനെ എഴുതി ചേർക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. പണം മേടിക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട, പണം മേടിക്കാം, പിന്നെ ഭാവിയിൽ വരുമ്പോൾ കേസെടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നിപ്പോൾ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇപ്പോൾ അവൻ്റെ പേര് കേസെടുക്കേണ്ട, അതിന് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ അവനെ ശിക്ഷിക്കാമെന്ന് പറയുന്ന നിയമം അന്ന് എവിടെയായിരുന്നു നിങ്ങളെന്ന് കോടതി ചോദിച്ചാൽ ഈ ജയതിലകോ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അദാനിയോ ആരെങ്കിലും ഈ പറയുന്ന സംസ്ഥാനത്തിന് വേണ്ട താല്പര്യം സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാർത്ഥതയോ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ പോലും അതിന് മുമ്പിൽ മുട്ടുകുറയ്ക്കുന്നവരാവരുത് ഭരണാധികാരി. അത് ചീഫ് സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും സാധാരണ മന്ത്രി ആയാലും ഒരു IAS കാരനായാലും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ താല്പര്യമല്ല നമുക്ക് ആവശ്യം, ഭാവി തലമുറയുടെ താല്പര്യമാണ് ആവശ്യമെന്ന് മാത്രം ഓർമ്മിക്കുന്നു. എന്നാൽ കപ്പൽ ദുരന്തം നമുക്ക് ഭാവിയിൽ വളരെയേറെ ദൂഷ്യമായ ഫലങ്ങളുണ്ടാക്കുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.